നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN വിദ്യാലയങ്ങളുടെ 108ാം വാർഷികാഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി പെരുവനം ഗ്രാമവും ചേർപ്പും സന്ദർശിച്ചതിന്റെ 90ാം വാർഷികം ആഘോഷിച്ചു. 5ാം കല്ലിലും ചേർപ്പിലും പുഷ്പാർച്ചന നടത്തി. അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് CNN വിദ്യാലയങ്ങളുടെ 108ാം വാർഷികാഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെയാണ് ബോധം നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതുണ്ടാകും. സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. നല്ല വാക്കുകൾ എന്തെങ്കിലും പ്രവൃത്തി നമ്മൾക്ക് പറ്റാത്തത് വേറെ പറ്റണം എന്ന ചിന്ത ഉണ്ടായിരിക്കുക. അത് ശേഷം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അതെല്ലാം നമ്മുടെ കുട്ടികളിലേക്ക് ആ മൂല്യശോഷണമൊന്നും സംഭവിക്കാതെ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം CNN സ്കൂൾസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം പഴയ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇന്നത്തെ കേൾക്കാനിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ആയിരിക്കും. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള സമയം അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം ഫോണിൽ. അങ്ങനെയാണ് നമ്മുടെ മക്കളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഠന മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ KG അച്യുതൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ നിർവഹിച്ചു. ജനറൽ കൺവീനർ KK ഗിരീഷ് കുമാർ, CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KB അജോഷ്, CNN ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ EP ഉണ്ണികൃഷ്ണൻ, CNN ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് PM രജനി, ശ്രീ ശങ്കര ശിശു വിദ്യാമന്ദിരം HM VG രാഖി, PTA ഭാരവാഹികൾ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. മഹാത്മാഗാന്ധി ചേർപ്പ് സന്ദർശിച്ചതിന്റെ 90ാം വാർഷികം ആചരിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. സംസ്കൃതം പണ്ഡിതൻ കിഴക്കേടത്തുമന മാധവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗാന്ധിജിയുടെ ഛായാചിത്രം ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി പ്രദർശിപ്പിച്ചു. CO ജേക്കബ്, CN ഗോവിന്ദൻകുട്ടി, TK പൊറിഞ്ചു, സുനിൽ ലാലൂർ, KK അശോകൻ, VI ജോൺസൺ, P സന്ദീപ, KR സിദ്ധാർത്ഥൻ, കൃഷ്ണൻകുട്ടി നടുവിൽ, ജോർജ് വീരമ്പുള്ളി, ബൈജു സെന്റ് ജോൺ, VK വിനോദ് കുമാർ, KR ചന്ദ്രൻ, സുര വടക്കൂട്ട്, K രാമചന്ദ്രൻ, ഷൈജു സൈറാം, പ്രിയൻ പെരിഞ്ചേരി എന്നിവർ പങ്കെടുത്തു.
5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. അസം സ്വദേശി 19 വയസ്സുള്ള ജമാൽ ഹുസൈനെയാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. അസം സ്വദേശികളുടെ മകൻ നജ്റുൽ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. നാട്ടിലെ സ്വത്ത് തർക്കം മൂലം കുടുംബത്തോട് ഇവരുടെ ബന്ധുവായ പ്രതിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2023 മാർച്ച് 30 മുപ്ലിയത്തെ ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂൺ, അച്ഛൻ ബഹാറുൽ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു. കമ്പനിയിൽ തന്നെയാണ് ഇവർ താമസിച്ചിരുന്നത്. നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ സംഭവത്തിന്റെ തലേദിവസം ഇവരുടെ വീട്ടിലെത്തി. വീട്ടിൽ ഒരു രാത്രി കഴിഞ്ഞ പ്രതി പിറ്റേ ദിവസം രാവിലെ ബഹാറുൽ ഫാക്ടറിയിലേക്ക് പോയ ഉടനെ നജ്മിയെയും മകനെയും വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സമീപത്തുണ്ടായിരുന്നവർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വരന്തരപ്പള്ളി പോലീസാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ AS ഉണ്ണികൃഷ്ണൻ, KK രാമൻ, ഷാജി കള്ളിയത്ത്, മജീദ് മുത്തുള്ളിയാൽ, C അനിത, ലത സുരേന്ദ്രൻ, സെക്രട്ടറി MS രേഖ എന്നിവർ സംസാരിച്ചു. പതിനായിരക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർഷികാഘോഷം നടത്തുന്നത്. പതിനായിരക്കണക്കിന് വരുന്ന നമ്മുടെ ഉപഭോക്താക്കൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ കൂടി എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഒരു ഉപഭോക്താവ് രാജാവാണ്, കസ്റ്റമർ ഈസ് എ കിങ് എന്നാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിനെ പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമാണുള്ളത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വിൽക്കുകയും ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന ഖ്യാതി നമുക്കുണ്ട്. ആ ഖ്യാതി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. മഹാത്മാഗാന്ധി പെരുവനം ഗ്രാമം സന്ദർശിച്ചതിന്റെ 90ാം വാർഷികം ആഘോഷിച്ചു. 5ാം കല്ല് സെന്ററിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് അവനിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പെരുവനം ഗ്രാമത്തിൽ മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിന് ഹേതുവായ VR കൃഷ്ണൻ എഴുത്തച്ഛനെയും വിരൂപാക്ഷൻ നമ്പൂതിരിയെയും അനുസ്മരിച്ചു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. 5ാം കല്ല് സെന്ററിൽ നടന്ന പുഷ്പാർച്ചനയിൽ ഗാന്ധിയൻ AA ജോസ്, VR ജിനീഷ്, AB അനീഷ്, CK നന്ദകുമാർ, KP അനൂപ, MB ശ്രീജിത്ത, MR രാമകൃഷ്ണൻ, രാജൻ നടുവിൽ, മിഥുൻ റാസ്, MR അതുൽ, KP സൂരജ്, ജോൺസൺ മുത്തുപീടിക, പ്രീവൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാങ്കത്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അന്ന് അവിടെ വെച്ചാണ് ഒറ്റ വസ്ത്രധാരിയായി ഈ ഇന്ത്യ മുഴുവൻ നടന്നു തീർക്കുകയും ഇന്ത്യയെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ, സത്യാഗ്രഹ സമരത്തിലൂടെ, അഹിംസയിലൂടെ ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നൊരു വലിയ സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിച്ച് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതുപോലെ പരിപാവനമായ ഒരു പ്രവർത്തനമാണ് VR കൃഷ്ണനും വിരൂപാക്ഷൻ നമ്പൂതിരിയും നമ്മളുടെ ഈ ഗ്രാമത്തിന് വേണ്ടി നടത്തിയത്. ചെവൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനം ആഘോഷിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കോർപ്പറേറ്റ് ട്രെയിനർ എഡിസൺ ഫ്രാൻസ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. വിവിധ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. സ്നേഹസ്പർശം സ്കോളർഷിപ്പ് വിതരണം പഞ്ചായത്ത് അംഗം വനജ നിർവഹിച്ചു. പ്രധാനാധ്യാപിക ബിറ്റ ഫ്രാൻസിസ് തരകൻ, സ്റ്റാഫ് സെക്രട്ടറി TR ബിൻസി, PTA പ്രസിഡന്റ് MK വിനോദ്, MPTA പ്രസിഡന്റ് ഷിൻറ്റി ഷൈൻ, CALP സ്കൂൾ പ്രധാനാധ്യാപിക TR ജെറീന, ബിന്ദു ജോർജ്, CD മിനി, സ്കൂൾ ലീഡർ നേഹ ബാബു, ജനറൽ കൺവീനർ VK പാർവതി എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനു സമീപം മദ്യം കയറ്റിവന്ന ലോറിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KP സജീവന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. വാഹനത്തിന്റെ എഞ്ചിന്റെ ടർബോ എന്ന ഭാഗം കത്തിയതാണ് അപകട കാരണം. പുക ഉയർന്ന ഉടനെ ഡ്രൈവർ ബാറ്ററിയുടെയും ഡീസൽ ടാങ്കിലേക്കുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി.
സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടത്തിവിടുന്നത്. ഇതുമൂലം ഏറെ നേരം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ജനുവരി 20 ആഘോഷിക്കുന്നു. ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം, ക്ഷേത്രം റോഡ് എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച നടന്നു. അലങ്കാര ഗോപുരം, ക്ഷേത്രം റോഡ് എന്നിവയുടെ സമർപ്പണം ക്ഷേത്രം ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, TS പട്ടാഭിരാമൻ, ക്ഷേത്രം രക്ഷാധികാരി സിദ്ധാർത്ഥ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മതിക്കുന്ന് ക്ഷേത്ര ക്ഷേമ സമിതി അംഗങ്ങളിൽ 84 വയസ്സ് പൂർത്തീകരിച്ചവരെയും 50-ാം വിവാഹ വാർഷികം പിന്നിട്ട ദമ്പതികളെയും ആദരിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ കോർത്തിണക്കിയ ജോൺസൺ മാസ്റ്റർ ഗാനോത്സവം അരങ്ങേറും. മതിക്കുന്ന് ക്ഷേത്ര ക്ഷേമ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വരുന്ന തിങ്കളാഴ്ച 20-ാം തീയതി, ജനുവരി 20-ാം തീയതിയാണ് നമ്മുടെ വേല മഹോത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. ഏകദേശം 25ഓളം ആനകളാണ് അതിൽ അണിനിരക്കുന്നത്. അതിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ആനയ്ക്കാണ് നമ്മൾ ദേവിയുടെ തിടമ്പേറ്റുന്നത്. കൂടാതെ 20 ദേശങ്ങളിൽ നിന്നായിട്ടാണ് മറ്റുള്ള ആനകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. രാവിലെ 9:30 മുതൽ 11:30 വരെ തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും, അതുപോലെ തന്നെ വൈകിട്ട് 6:30 മുതൽ 9:30 വരെ കൂട്ടിയെഴുന്നള്ളിപ്പ്, അതിന് അനിയന്മാരാരുടെ മേളവും, കൂടാതെ പുലർച്ചപ്പൂരത്തിനും അതുപോലെ തന്നെ 4:30 മുതൽ 7 മണി വരെയാണ് നമ്മുടെ പുലർച്ചപ്പൂരവും ആഘോഷിക്കുന്നത്. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ വെറ്റിലപ്പാറ പാലത്തിനു സമീപം ചായക്കട ആന തകർത്തു. പ്രദേശവാസി ജിജോയുടെ ചായക്കടയാണ് കാട്ടാന തകർത്തത്. ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ ആളുകൾ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കാട്ടാന കട നശിപ്പിക്കുന്നതായി കണ്ടത്. തൊട്ടടുത്തുള്ള ജോസഫിന്റെയും ദാസന്റെയും ചായക്കടകളും ഭാഗികമായി കാട്ടാന തകർത്തിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7450 രൂപ, പവന് 59,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN വിദ്യാലയങ്ങളുടെ 108ാം വാർഷികാഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി പെരുവനം ഗ്രാമവും ചേർപ്പും സന്ദർശിച്ചതിന്റെ 90ാം വാർഷികം ആഘോഷിച്ചു. 5ാം കല്ലിലും ചേർപ്പിലും പുഷ്പാർച്ചന നടത്തി. അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. ശിക്ഷ വിധിച്ചത് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.